വാൽപ്പാറ ദുരന്തം നടന്ന ഒരാഴ്ച പിന്നിടുന്നു. മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും സർക്കാർ ധനസഹായം കിട്ടിയിട്ടില്ല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവർക്ക് ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം ചേർന്നപ്പോൾ വാൽപ്പാറയിലെ ദുരിതബാധിതരെ അവഗണിച്ചെന്ന് മഞ്ഞളാംകുഴിയിലെ 24 പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയോട് ഉൾപ്പെടെ നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും അനുകൂല നടപടി ഉണ്ടായിട്ടില്ലെന്നും മഞ്ഞളാംകുഴിയിലെ പറഞ്ഞു. അല്ല, അതിന് മന്ത്രി പറഞ്ഞിരുന്നു. അന്നത്തെ ക്യാബിനറ്റിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പം അന്ന് ഇതിൻ്റെ കടലാസ് കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീട്ടിവെക്കുക ചെയ്ത് അടുത്തതിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര ഒരു സ്പീഡ് ഇതിനുണ്ടായില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ട് സ്ഥിതി. എല്ലാ ക്യാബിനറ്റിലും ഔട്ട് ഓഫ് ഏജൻറ് വരാറുണ്ട്. എടുക്കായിരുന്നു, പക്ഷെ എടുത്തില്ല. ഞങ്ങൾ നിർബന്ധമായിട്ട് അത് കിട്ടാനുള്ള എല്ലാ പരിപാടികളും നടക്കും. ഇനിയിപ്പോൾ അത് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ 4-ാം തീയതിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണല്ലോ, റിസൾട്ട് വരികയാണ്. അതിന് ശേഷം ആരാണ് വരുന്നത് അവരോട് വീണ്ടും ഞങ്ങളിത് ആവശ്യപ്പെടും. നിഖിൽ പ്രമേഷ വാർത്തകൾ വിവരങ്ങൾ വച്ചിരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. ധനസഹായ പ്രഖ്യാപനം ഉണ്ടായിട്ടേ ഇല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അങ്ങനെ ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണത് നിഖിൽ? ഹാഷ്മി ക്രിസ്റ്റിന, ഇത് വളരെയധികം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെയധികം നോവോടുകൂടി, വേദനയോടുകൂടി കേരളം കേട്ട ഒരു വാർത്തയായിരുന്നു വാൽപ്പാറയിലെ ഈ വാഹനാപകടം. അതിൽ 10 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. അവർക്ക് സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ ആ ഉറപ്പ് ഒരാഴ്ച പിന്നിടുമ്പോഴും പാലിക്കാൻ കഴിയുന്നില്ല. ഈ അടിയന്തര ധനസഹായം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ അവരുടെ കൈകളിലേക്ക് ലഭ്യമാക്കേണ്ടതാണ്. അവർക്ക് പല കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഏറ്റവും വേഗം അവരുടെ കൈകളിലേക്ക് ലഭിക്കേണ്ടതാണ് ഈ ധനസഹായം. അതിനിപ്പോൾ സർക്കാർ ഒരു നൂലാമാലയായി പറയുന്നത് ഈ ക്യാബിനറ്റ് ചേർന്നാൽ മാത്രമേ ഇത്തരത്തിൽ ധനസഹായം പ്രഖ്യാപിക്കാൻ കഴിയൂ. അപ്പോൾ ക്യാബിനറ്റ് ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സാങ്കേതികത്വം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ. തൃശ്ശൂർ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ അതിന് പ്രത്യേക ക്യാബിനറ്റ് ചേർന്നുകൊണ്ട് വളരെ വേഗത്തിൽ ധനസഹായം പ്രഖ്യാപിക്കാനും അത് ഈ ചികിത്സ നടക്കുന്ന ആളുകളിലേക്കൊക്കെ വളരെ വേഗത്തിൽ എത്തിക്കാനും കഴിഞ്ഞു. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഈ സാഹചര്യത്തിലാണ് ഒരു സർവകക്ഷി യോഗം പാങ്ങിൽ ചേരുകയും വളരെ വേഗത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മഞ്ഞളാംകുഴിയിലെ MLA-യുടെ അടക്കം നേതൃത്വത്തിൽ തീരുമാനിക്കുകയും ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടിയോട് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം കൂടി പരിഗണിക്കാമായിരുന്നു അല്ലേ? അങ്ങനെ അതാണ് മഞ്ഞളാംകുഴിയിൽ പറയുന്നത്. ഓക്കെ, എന്തോ പിന്നെയും എന്തോ സാങ്കേതിക പ്രശ്നം. ധനസഹായം സർക്കാർ നൽകുന്നില്ല എന്നാണ് മഞ്ഞളാംകുഴിയിൽ പറയുന്നത്. ഈ കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ അതുകൂടി പരിഗണിക്കാമായിരുന്നു. കാര്യം അവർക്കും പൈസയ്ക്ക് ഒക്കെ ആവശ്യമുള്ളവരാണല്ലോ. അടിയന്തര ധനസഹായം ലഭ്യമാക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ കിട്ടുന്നില്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നും അലി പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.